വോട്ടെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കുമ്പോൾ പല വിവാദങ്ങളും ഇതാ ചർച്ചയാവുകയാണ്. വയനാട് ഫണ്ട് പിരിവ് ആരോപണം സജീവ ചർച്ചയാക്കി നിർത്തുന്നുണ്ട് LDF. പുനരധിവാസത്തിനായി കോൺഗ്രസ് 2 ബാങ്ക് അക്കൗണ്ടിലൂടെ പണം പിരിച്ചു എന്നാണ് CPM പറയുന്നത്. അത് നേരത്തെ കോൺഗ്രസ് സമ്മതിച്ചതാണ്. പക്ഷേ അതിൽ വിഷയം എന്താണെന്ന് വെച്ചാൽ ധനലക്ഷ്മി ബാങ്കിന് പുറമെ ഫെഡറൽ ബാങ്കിലും അക്കൗണ്ട് ഉണ്ടെന്നും പിരിച്ച തുകയുടെ കണക്ക് പുറത്തുവിടണമെന്നുമാണ് CPM-ന്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ MV നികേഷ് കുമാർ ഇന്ന് ആവശ്യപ്പെട്ടത്. ഫെഡറൽ ബാങ്കിൽ 8 അംഗ സംഖ്യയുടെ ഇടപാടുകൾ നടന്ന ഒരു അക്കൗണ്ട് ഉണ്ട്. KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും സംയുക്തമായി കൈകാര്യം ചെയ്യുന്ന ഈ ഫെഡറൽ ബാങ്കിലെ അക്കൗണ്ടിനെ കുറിച്ച് എന്തുകൊണ്ടാണ് ഇതുവരെ പറയാതിരുന്നത്? ലളിതമായ ചോദ്യങ്ങളാണ്. ചോദ്യം 1, ഫെഡറൽ ബാങ്കിന്റെ തിരുവനന്തപുരത്തെ വെള്ളയമ്പലത്തുള്ള ഈ അക്കൗണ്ടിൽ എത്ര രൂപയുണ്ട്? എന്തുകൊണ്ടാണ് ഈ അക്കൗണ്ടിന്റെ വിശദാംശങ്ങൾ KPCC പ്രസിഡന്റോ പ്രതിപക്ഷ നേതാവോ പുറത്തുവിടാതിരുന്നത്? ചോദ്യം 2, ആരുടെയെങ്കിലും അക്കൗണ്ടിലേക്ക് ഈ 2 അക്കൗണ്ടുകളിൽ നിന്നും ധനലക്ഷ്മി ബാങ്കിന്റെയും ഫെഡറൽ ബാങ്കിന്റെയും അക്കൗണ്ടുകളിൽ നിന്ന് പണം പോയിട്ടുണ്ടോ? 2026 സ്ഥലം രജിസ്റ്റർ ചെയ്തതെങ്കിൽ 2024 തന്നെ ലക്ഷങ്ങൾ ഒരു അക്കൗണ്ടിലേക്ക് പോയിട്ടുണ്ട്. ആ അക്കൗണ്ട് ആരുടേതാണ്? മൂന്നാമത്തെ ചോദ്യം, സ്ഥലം രജിസ്റ്റർ ചെയ്യാൻ എന്ന പേരിൽ ഒരു പ്രവാസി മലയാളിയുടെ പേരിലേക്ക് കോടിക്കണക്കിന് രൂപ പോയിട്ടുണ്ട്. ഈ പ്രവാസി മലയാളിയുമായി ഏതെങ്കിലും തരത്തിലുള്ള ഒരു കരാർ ഉണ്ടാക്കിയിട്ടുണ്ടോ KPCC? നിസ്സാര ചോദ്യങ്ങളാണ് മുകളിൽ ചോദിച്ചത്. ഈ 2 അക്കൗണ്ടുകളുടെയും അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് പുറത്തുവിട്ടാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. അങ്ങനെ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് പുറത്തുവിട്ടാൽ നേരത്തെ വലിയ തുകകൾ സംഭാവന ചെയ്തവർ സാമൂഹ്യ മാധ്യമങ്ങളിലിട്ട പോസ്റ്റുകളുണ്ട്. ആ പോസ്റ്റുകളിലെ തുക അക്കൗണ്ടുകളിൽ എത്തിയിട്ടുണ്ടോ എന്ന് അറിയാൻ സാധിക്കുമെന്നുള്ള അപകടമുണ്ട്. അതുകൊണ്ട് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് പുറത്തുവിടുമോ ഇല്ലയോ എന്ന ചോദ്യത്തിന് എനിക്കുറപ്പുണ്ട്, അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് കോൺഗ്രസുകാർ പുറത്തുവിടാൻ പോകുന്നില്ല. ഇതൊരു വെല്ലുവിളിയാണ്. ഇനിയുണ്ട് പോളിംഗിന് മണിക്കൂറുകൾ. നിങ്ങൾ പുറത്തുവിടാൻ സാധിക്കുമെങ്കിൽ ഇപ്പോൾ പുറത്തുവിടണം. അതാണ് നികേഷ് കുമാറിന്റെ വെല്ലുവിളി. പക്ഷേ ഈ വിഷയത്തിൽ കൃത്യമായി പ്രതികരിക്കാൻ കോൺഗ്രസ് നേതാക്കൾ ഇന്നും തയ്യാറായിട്ടില്ല. അക്കൗണ്ട് വിവരങ്ങളൊക്കെ നേരത്തെ പുറത്തുവിട്ടതാണ് എന്നതാണ് കോൺഗ്രസിന്റെ വാദം. ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ഇന്ന് KC വേണുഗോപാൽ ചെയ്തത്. ഈ വയനാട് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഫെഡറൽ ബാങ്ക് അക്കൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞു. ആ അക്കൗണ്ട് ഉണ്ടോ? അതെ, ഇന്നിപ്പം ആ വിഷയങ്ങളല്ല. ഞാനിപ്പം മരണത്തെക്കുറിച്ച് പറഞ്ഞു, ഇലക്ഷൻ കമ്മീഷനെ കുറിച്ചുള്ള കാര്യം പറഞ്ഞു. മറ്റൊരു വിഷയവും ഞാൻ പറഞ്ഞില്ല. മറ്റൊരു വിഷയവും ഞാൻ പറഞ്ഞോ? ബാങ്ക് അക്കൗണ്ട് ഉണ്ടോ? മറ്റൊരു വിഷയവും ഞാൻ പറഞ്ഞു. അല്ല, ബാങ്ക് അക്കൗണ്ട് ഉണ്ടോ? മറുപടി ഇല്ലേ? അത് ശരിയല്ലേ? ഗുരുതരമായ ആരോപണ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. എന്തായാലും കോൺഗ്രസിന്റെ ചൂരൽമല പുനരധിവാസ ഫണ്ട് വിവാദത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങുകയാണ്. മുൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് NS നുസൂറിന്റെ പരാതിയിൽ പ്രാഥമിക അന്വേഷണത്തിന് DGP ഇപ്പോൾ വയനാട് SP-ക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നു. ചൂരൽമലയിലെ ദുരന്തബാധിതരും കോൺഗ്രസിനെതിരെ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഏതായാലും റോഷിപാലാണ് ചേരുന്നത്. റോഷിപാൽ, അവസാന മണിക്കൂറിലും CPM ഈ വിഷയം ആവർത്തിച്ചുകൊണ്ട് അത് സജീവമാക്കി നിർത്തുകയാണ്. ഈ വോട്ടെടുപ്പിന് മണിക്കൂറുകൾക്ക് മുൻപ് ഈ അക്കൗണ്ട് ഡീറ്റെയിൽസ് പുറത്തുവിടുമോ എന്ന് വെല്ലുവിളിക്കുന്നു. പക്ഷേ കോൺഗ്രസ് നേതാക്കൾ തങ്ങൾ ഇതിന്റെ വിവരങ്ങളെല്ലാം പങ്കുവെച്ചതാണ്. ബാക്കിയൊക്കെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടാകാം, ഇതല്ല തെരഞ്ഞെടുപ്പിലെ പ്രധാന വിഷയം എന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. റോഷിപാൽ, വിനിത, നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ്. ഈ ഘട്ടത്തിൽ LDF വജ്രായുധമായി UDF-നെതിരെ ഉപയോഗിക്കുന്നത് ഈ വയനാട്ടിലെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നടത്തിയ ഫണ്ട് പിരിവാണ്. അതിലാണ് MV നികേഷ് കുമാർ ഇങ്ങനെ ഒരു ആരോപണവും വെല്ലുവിളിയും ഉയർത്തുന്നത്. ഏതായാലും 2 ബാങ്ക് അക്കൗണ്ട് വഴി പണം പിരിച്ചതിൽ എത്ര തുക ആകെ പിരിച്ചെടുത്തു എന്നതിനപ്പുറത്തേക്ക് വിശദമായ വിവരങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ല. അതിന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പുറത്തുവിടാനുള്ള സാധ്യതയുമില്ല. അതിനിടയിലാണ് NS നുസൂർ നൽകിയ പരാതിയിൽ സംസ്ഥാന പോലീസ് മേധാവി SP-യോട് കണ്ണൂർ വയനാട് SP-യോട് അത് അന്വേഷിക്കാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പ്രാഥമിക അന്വേഷണത്തിലുള്ള നിർദ്ദേശമാണ്. ഗുരുതരമായ ആരോപണങ്ങളാണ് NS നുസൂർ വാർത്താ സമ്മേളനം വിളിച്ചു പറഞ്ഞത്. അതിൽ പല പ്രവാസി സംഘടനകളും പണം നൽകിയിട്ടുണ്ട്. ആ പണം നൽകിയ പണമൊന്നും കണക്കിൽ കാണുന്നില്ല എന്നടക്കമുള്ള ആക്ഷേപങ്ങളുണ്ടായിരുന്നു. ഇതടക്കമാണ് പരിശോധിക്കുന്നത് വയനാട് SP. അതിനുശേഷം റിപ്പോർട്ട് ലഭിച്ചാൽ തുടർ നടപടികളിലേക്ക് പോകും. അത് കേസെടുക്കണമെങ്കിൽ കേസെടുക്കും, ഇല്ലെങ്കിൽ അതിനനുസരിച്ച് മറ്റു നടപടികളിലേക്ക് പോകും. ശരി, ഏതായാലും ഇതൊക്കെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.